മലയാള സിനിമയിലെ ക്രൗഡ് പുള്ളറാണ് മോഹൻലാൽ. അതാണിപ്പോൾ തിയേറ്ററുകളിൽ കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ദേവദൂതൻ, അതും അന്ന് പരാജയമായ ചിത്രമാണിന്ന് തിയേറ്ററിൽ ആളെ നിറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഒരു നല്ല സിനിമയ്ക്കായാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇനി മോഹൻലാലിന്റേതായി എത്താനുള്ളത് ബറോസ് ആണ്. മോഹൻലാലിന്റെ തന്നെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ബറോസ്. ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭം. അതുകൊണ്ട് തന്നെ അത്രയേറെ പ്രതീക്ഷയിലാണ് ലാലേട്ടൻ ആരാധകർ. ചിത്രത്തിന്റെ റിലീസ് സെപ്റ്റംബർ 12-നാണ്. ട്രെയിലർ സെപ്റ്റംബർ 6-നും പുറത്തുവിടും. എന്നാൽ ബറോസിനൊപ്പം കേരള ബോക്സ് ഓഫീസിലെ ക്രൗഡ് പുള്ളർമാരായ ദുൽഖർ സൽമാനും വിജയുമുണ്ട്. ഇവർ 3 പേരുടെയും സിനിമകൾ ആരാധകർ ആഘോഷിക്കുന്നത് പോലെ മറ്റൊരു നടന്മാരുടെയും സിനിമയും ആഘോഷിക്കാറില്ല. ആദ്യ ദിന കളക്ഷനിൽ തന്നെ അത് വ്യക്തമായിട്ടുള്ളതുമാണ്. ഇപ്പോഴിതാ ഈ 3 പേരുടെയും സിനിമകൾ ഒരേ മാസം റിലീസ് ചെയ്യാൻ പോവുകയാണ്. അതും ആരാധകരിൽ ആവേശം ജനിപ്പിക്കുന്നു. 3 വെവ്വേറെ ഭാഷകളിലുള്ള സിനിമകളാണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ബറോസിനൊപ്പം തിയേറ്ററുകളിലെത്തുന്ന ചിത്രങ്ങളാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ലക്കി ഭാസ്കർ എന്നിവ. മോഹൻലാലിന്റെ ബറോസ് രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, സീതാരാമത്തിന് ശേഷമുള്ള ദുൽഖറിന്റെ തെലുങ്കു ചിത്രം ലക്കി ഭാസ്കർ എന്നീ സിനിമകളിലാണ് ഒരുമിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പൂർണ്ണമായും 3Dയിൽ ചിത്രീകരിച്ച ബറോസ് കോവിഡ് സമയത്ത് ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. പിന്നീടാണ് ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കിയത്. ഈ വർഷം സമ്മർ റിലീസായി വരുമെന്നറിയിച്ച ചിത്രം മാറ്റിവെക്കുകയായിരുന്നു. ഒടുവിൽ ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നും അണിയർ പ്രവർത്തകർ അറിയിച്ചു. മോഹൻലാലിന്റേതായി ഈ വർഷം റിലീസ് ചെയ്ത മലൈക്കോട്ടെ വാലിബനാകട്ടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയി. പുതിയ റോളിൽ മോഹൻലാൽ എങ്ങനെയുണ്ടാകുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും. ദേവദൂതന് ലഭിച്ച പ്രതികരണം പ്രതീക്ഷ നൽകുന്നതുമാണ്. ലിയോയ്ക്ക് ശേഷമാണ് വിജയുടെ ഗോട്ട് എത്തുന്നത്. തമിഴ് സിനിമ ഇതുവരെ കാണാത്ത ഹൈപ്പിൽ പുറത്തിറങ്ങിയ ലിയോ തമിഴ്നാട്ടിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം 60 കോടിയോളമാണ് ലിയോ നേടിയത്. കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടിയതും ലിയോയാണ്. 12 കോടിയാണ് ചിത്രം ആദ്യ ദിനം കേരളത്തിൽ നിന്നും നേടിയത്. സെപ്റ്റംബർ 5-നാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസ് ചെയ്യുന്നത്. വിജയ് ഇരട്ട വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വെങ്കട് പ്രഭുവാണ്. അതേസമയം വൻ പ്രതീക്ഷയിലെത്തിയ കിങ് ഓഫ് കൊത്ത കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി മാറിയ ശേഷം ദുൽഖർ സൽമാൻ നായകനാകുന്ന ആദ്യ ചിത്രമാണ് ലക്കി ഭാസ്കർ. കിങ് ഓഫ് കൊത്തയുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും 7.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ചിത്രം. ബോക്സ് ഓഫീസിലെ ക്രൗഡ് പുള്ളർമാരിലൊരാളായ ദുൽഖർ ഇത്തവണയും തന്റെ വിശ്വരൂപം പുറത്തെടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വാത്തിക്ക് ശേഷം വെങ്കി ആറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ലക്കി ഭാസ്കർ സെപ്റ്റംബർ 7-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സെപ്റ്റംബറിൽ ഇവയെല്ലാം തിയേറ്ററുകളിലെത്തുമ്പോൾ കേരള ബോക്സ് ഓഫീസിന്റെ രാജാവ് ആരാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ.